ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ മാറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. ഇപ്പോൾ പൊതുവേ നല്ല വെയിലുള്ള സമയമാണ്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ സൺ ടാനൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പറായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണിത്. സൺ ടാനൊക്കെ ഒരൊറ്റ യൂസ് തന്നെ മാറിക്കിട്ടും. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് മുഖം നല്ല ഭംഗിയാക്കി വയ്ക്കാനോ, ഇപ്പോൾ പ്രത്യേകിച്ച് ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫേസൊക്കെ ഒന്ന് ഭംഗിയാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കും. അപ്പോൾ അതിന് നല്ലൊരു മാർഗം അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാക്കും കൂടെയാണിത്. ഇത് നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കിയിട്ട് വയ്ക്കും. സൺ ടാൻ ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് ഹാർഡാവും, ആ ഒരു സ്മൂത്ത്നെസ് ഒന്നും ഉണ്ടാവില്ല, നിറം കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടുള്ള മാറ്റം സ്കിന്ന് നന്നായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. കരിവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. അപ്പോൾ ആർക്കൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ ചെറിയ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞു, കഴുകിയെടുത്തു. എന്നിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേറ്റർ നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഈ ഒരു പാക്ക് മാത്രമല്ല, ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും നമുക്ക് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനാണെങ്കിലും, നമ്മുടെ മുഖത്ത് മുഖക്കുരു വന്നതിൻ്റെ പാടുകൾ മാറാനാണെങ്കിലും, കരുവാളിപ്പ് മാറിയിട്ട് സ്കിന്ന് നിറം വയ്ക്കാനും സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൽ ബ്ലീച്ചിങ്ങിൻ്റെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്കിന്നിന് ഇത്രയധികം ഗുണങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് മിക്സിയിൽ അരച്ചെടുക്കുകയൊന്നും വേണ്ട, നമുക്കിത് ഇതുപോലെ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. പാക്ക് ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നിങ്ങൾക്ക് വറുത്തിട്ടുള്ളതോ വറുക്കാതെ ഉള്ളതോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാക്കിൽ അരിപ്പൊടി യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അരിപ്പൊടി തന്നെ എടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഇത് ലൂസാക്കിയെടുക്കാം. നമുക്കിതിലേക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ പാലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ തൈര് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതൊരു പാക്ക് പോലെ തന്നെ കിട്ടും. ഇത് വെറും ഒരു ഫേസ് പാക്കല്ല, ഒരു സ്ക്രബിങ് ഫേസ് പാക്കും കൂടിയാണ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രബ് ചെയ്തതിൻ്റെ ഗുണം കിട്ടും. അതായത് നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ പോകാനും, പിന്നെ സ്കിന്നിൽ ഡീപ്പായിട്ടുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കാനും, പിമ്പിൾസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും. അരിപ്പൊടിയാണ് മെയിനായിട്ടും ഇതിൽ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. പിന്നെ പാല് സ്കിന്നൊന്ന് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനാണ്. അരിപ്പൊടിയൊക്കെ സ്കിന്ന് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കും. ആ ഒരു ഡ്രൈനെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പാലിന് പകരം നിങ്ങൾ പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത ശേഷം സ്കിന്ന് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവും.
ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഏത് ഓയിലാണോ സ്യൂട്ട് ആവുന്നത് അത് ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അരിപ്പൊടിയുടെ ഒരു ഡ്രൈനെസ് നമ്മുടെ സ്കിന്നിൽ ഇല്ലാതിരിക്കാനും നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്തായിട്ട് വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലാതെ നിങ്ങൾ സ്ഥിരമായിട്ട് സ്കിന്നിൽ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള പാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് നല്ല മസാജ് കൊടുക്കുക. പിന്നെ കണ്ണിന് ചുറ്റും നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട. ബാക്കി നിങ്ങൾ മുഖം മുഴുവനായിട്ടും പിന്നെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കൈയും കാലും ഒക്കെ ഒന്ന് സ്മൂത്തായിട്ട് വരണം, സൺ ടാൻ മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു പാക്ക് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ റിസൾട്ട് കിട്ടുക. ഒരു സ്ക്രബിങ്ങിൻ്റെ ഒരു എഫക്റ്റും കൂടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ സ്മൂത്ത് ആവുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം ഈ ഒരു പാക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് കഴുകി കളയുന്നത്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് നോക്കാം. വാഷ് ചെയ്തപ്പോൾ കാണുന്ന റിസൾട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കൈ എത്രത്തോളം സ്മൂത്ത് ആയിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കൈ ഇത്രയ്ക്ക് സ്മൂത്ത് അല്ലായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്യാം. 2 ദിവസമായിട്ട് യൂസ് ചെയ്യുമ്പോൾ വല്ലാണ്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ട. 1 മിനിറ്റൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓണത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ ഈ ഒരു പാക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്